എവിടെയായിരുന്നു മണിയൻ ചേട്ടൻ? 2 ദിവസമായിട്ട് ആളെ കണ്ടേയില്ലല്ലോ. എനിക്ക് പനിയായിരുന്നു. ആരാ പറഞ്ഞ പനിയാണെന്ന്? അച്ഛനോ അമ്മയോ? അവരൊന്നും അല്ല പറഞ്ഞു, വൈദ്യരാ പറഞ്ഞു. ഇപ്പൊ എല്ലാം മാറിയോ? എന്താ കയ്യില്? പാട്ടുപുസ്തകമാണോ? അല്ല, പുതിയ പടത്തിന്റെ നോട്ടീസാ. ഇന്നു മുതൽ പടം മാറ്റമാ. നല്ല പടമാണോ ഏട്ടാ? നല്ലതാന്നാ പറയുന്നത്. ഉഗ്ര 6 ഇടിയുണ്ട്. അവസാനം നസീർ ഉമ്മറിനെ കൊല്ലുന്നതാ കഥ. മണിയൻ ചേട്ടൻ ആരെയാ ഇഷ്ടം? ഷീലയോ ജയഭാരതിയോ? എന്താ ചേട്ടനൊന്നും മിണ്ടാത്ത? അതൊക്കെ ചീത്തയാ. ഞാൻ ചീത്ത പറയല്ല. എന്നാ ഞാൻ പറയട്ടെ, എനിക്ക് ഏത് നടനെ ഇഷ്ടമെന്ന്? നസീറിനെ ആയിരിക്കും. എന്നാ സമയം? അല്ല, എനിക്ക് അവരെക്കാളൊക്കെ ഇഷ്ടം ചേട്ടനെയാ. ചേട്ടൻ ആ വേഷമൊക്കെ ഇട്ട് വന്നാ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? ആരാ കമലോടെ? മണിയൻ ചേട്ടനമ്മേ, ഒന്നിങ്ങോട്ട് വരാൻ പറ. അമ്മ വിളിക്കുന്നു. നോട്ടീസ് വായിച്ചിട്ട് തന്നാ മതി. എന്താ മണിയാ, സിനിമയൊക്കെ മാറിയോ? മാറി. ഇന്നു മുതൽ ജവഹറിലെ പടം മാറ്റമാ. മണിയമ്പിള്ള ഒരു ചാക്ക് നെല്ല് നെല്ലി കൊണ്ടുപോയി കുത്തിച്ചോണ്ട് വരുവോ? നീ എടുക്കുവോ? ഞാനാണല്ലോ ഇന്നാളില് രാജുവിന്റെ അമ്മയ്ക്ക് കുത്തിച്ചു കൊടുത്തേ. എന്നാ അപ്പുറത്തേക്ക് വാ, നെല്ല് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അവരെക്കാളൊക്കെ ഇഷ്ടം മണിയൻ ചേട്ടന്. മണിയൻ ചേട്ടൻ ആ വേഷമൊക്കെ ഇട്ട് വന്നില്ല, കാണാൻ എങ്ങനെ ഇരിക്കുമെന്നറിയോ? പിള്ളേരറിഞ്ഞോടി? കൊള്ളാം. മണി 11 എന്ത് വായി കുത്തിയെന്ന് ചവയ്ക്കുന്നത്? ചവയ്ക്കാൻ വായി പല്ലുണ്ടായിട്ട് വേണ്ടേ? ഇത്തിരി കപ്പലുണ്ട്. എവിടെന്നാ? മണിയും കൊണ്ടുവന്നത്. അവൻ എവിടെന്നാ കാശ്? അറയ്ക്കലെ ദേവകിയമ്മ അവൻ 8 അണ കൊടുത്തു. അവൻ അതിന് കപ്പലണ്ടിയും മേടിച്ചോണ്ട് വന്നു. അച്ഛന്റെ പങ്കെന്നും പറഞ്ഞ് മാറ്റി വെച്ചതാ. എന്തോന്ന് ആലോചിക്കുന്നു? ഓ, എന്താ ആലോചിക്കാൻ? ഞാൻ നമ്മുടെ മണിയന്റെ കാര്യം നമ്മുടെ മുതലാളിയുടെ അടുത്തൊന്ന് പറഞ്ഞു. ഇനി 10 തവണ കഴിഞ്ഞൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഈ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ അതൊരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. സമയം നല്ലതാണോ പിടിപിടിതങ്ങ് കയറിപ്പോകാം. സമയം പിഴച്ചോ തപാ ഇറങ്ങി പോരാം. സർവതുണ്ടോ? ഉണ്ടല്ലോ. നീ എടുത്തേ. ഐസണോ? വേണ്ട. വെള്ളമില്ലല്ലോ. മണിയമ്പിള്ളേ, ആ കിണ്ടിന്ന് ഒരു കലം വെള്ളം പിടിയിൽ എടുത്തു പോരും. താനിരിക്കണം, ഇപ്പൊ വരും. ഒരു കാര്യം കാണിക്കാനാ. പതുക്കെ ഈശ്വരനാണ് എന്റെ പകുതി എനിക്ക് തന്നില്ല. ആരാണ് മതിലിന്റെ പുറത്ത്? നേരത്തിലായി. ഞാൻ പോട്ടെ, എനിക്ക് അത്യാവശ്യം ഇടം വരെ പോകാനുള്ളതാ. ചുമ്മാ മെനക്കെടുത്താൻ കടയിൽ തുറന്നു വെച്ചോണ്ടിരിക്കുക. ചേടാ, വെള്ളത്തിന് പോയി ആളിനെയും കാണുന്നില്ലല്ലോ. നല്ല ആള് തന്നെ. സർവത്തിന് ആളെ എടുത്തിട്ട് പോയാ പോക്കാ. അയാള് പോയാ? ഇല്ല, പോയില്ല. വൈകുന്നേരം ഇതുവഴി വരുമ്പോ കുടിച്ചിട്ട് പോയിക്കോളാന്ന് പറഞ്ഞിരിക്കുക. ഇതുകൊണ്ടൊക്കെ തന്നെയാ പിള്ളേര് മണിയമ്പള്ളിയെ പിരിലൂസ് എന്ന് വിളിക്കുന്നത്. എന്നെ ആരും പിരിലൂസ് എന്ന് വിളിക്കത്തില്ല. വിളിച്ച ആരായാലും ഞാൻ തല്ലും.
ഞാൻ എത്ര നേരം ഇവിടെ കാത്തിരിക്കുന്നു. മണിയൻചേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? അത് ഞാൻ കൊട്ട വരെ പോയിരുന്നു പടം മാറിയോന്നറിയാൻ. എന്നിട്ട് പടം മാറിയോ? ഇല്ലില്ല, ഇവിടത്തെ കൊട്ടയിലെ പടം നാളെ മാറത്തുള്ളൂ. ഇന്നത്തെ പൂവെള്ളം. താങ്ക് യു. പൂ തന്നപ്പോഴേ ചേട്ടനോട് ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? അത് ഇംഗ്ലീഷാ. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താ ഉടനെ താങ്ക് യു എന്ന് പറയണം. എന്ത് പറയണം? താങ്ക് യു. മണിയൻചേട്ടൻ വലിയ സായിപ്പായി പോയല്ലോ. പിന്നെ എന്റെ കൂടെ കടുത്തു വരെന്ന് വരാമോ? എന്തിനാ? കൂട്ടിന്. അവിടെ കുറെ തെറിച്ച ആമ്പിള്ളേരുണ്ട് കമന്റ് അടിക്കാൻ. എന്ന് വെച്ചാ അവരൊക്കെ എന്നെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ അനാവശ്യം വിളിച്ച് പറയും. ഇന്നാരും ഒന്നും പറയത്തില്ല, ഞാൻ കൂടെ ഉണ്ട്. എനിക്ക് ഒരുപാടായി. വെള്ളസാരിക്കുന്ന റെസ്കോർട്ട് ഉണ്ടല്ലോ രവി. എന്ന് പറഞ്ഞാ വെള്ളക്കാരി ഒരു അമില്ലടാ, അത് കാക്കാരൊരു ഭൂതം വേണ്ടേ? എടാ, ഇത് ഭൂതമൊന്നുമല്ല, കിറുക്കനാ. എന്നെ എങ്ങാനും ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്റെ പൊന്ന് കർത്താവേ, ഈ പണി എന്നും രാവിലെ മംഗളമായിട്ട് നടത്തിയത്. എന്താടാ നിനക്കൊക്കെ? നല്ല വഴിക്ക് കിടക്കണ പെമ്പിള്ളേരെ കണ്ടപ്പോ നിനക്കൊക്കെ എന്താടാ? ചിപ്പോടാ. എന്താടാ വിളിച്ചേ? എന്റെ പ്രായം നിനക്ക് അറിയില്ലടാ, അഹങ്കാരി. നീ വെറുതെ രവി, ഈ കിറുക്കണൊക്കെ വർത്താനയുടെ കാര്യം എന്താ? ആരെങ്കിലും പിടിച്ച് മാറ്റടാ. ഓക്കെ, ഒന്ന് പിടിച്ചു മാറ്റണേ. അയ്യോ, എന്നെ ആരും പിടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല എന്ന് കരുതി ഈ നാട്ടിൽ പെമ്പിള്ളേർക്ക് ജീവിക്കണ്ട അണ്ണം പിടിച്ചോണ്ട, ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇനിയോ അമ്മ എന്റെ കിട്ടും. ഇന്നത്തെ കാലത്ത് ഒരു പണി കിട്ടാൻ വിഷമോ? പഠിച്ചവരോ തേരാ പാരാത്തെണ്ട് നടക്കുന്നു. ഞങ്ങളിങ്ങനെ കളിച്ച് നടന്നാ മതിയോ? അമ്മ ഇങ്ങനെ നിർബന്ധിച്ചുണ്ടായോ? ചേട്ടനോട് തോന്നണ്ടേ? ഇപ്പൊ തോന്നിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ തോന്നാൻ പോന്നു? മോഹൻലാലിയുടെ വീട്ടിൽ വലിയ പണിയൊന്നും കാണത്തില്ലടാ. എനിക്കിപ്പോ പണിയൊന്നും വേണ്ട, ഞാൻ തോന്നുമ്പോ പറയാം. അപ്പൊ പുഴുങ്ങി വെച്ചിരിക്കുക, എടുത്ത് കയ്യിലോട്ട് തരാൻ. തോട്ടം, എനിക്കൊരു പപ്പടം വേണം. പപ്പടം അത്രയേ ഉള്ളൂ, തീർന്നു. എനിക്കൊരു പപ്പടം കൂടെ വേണം. തീർന്നാ എന്ത് ചെയ്യും? ചേട്ടാ എടുത്തു. താങ്ക് യു. ഇനി നോക്കട്ടെ മണിയൻചേട്ടന് ബുദ്ധിയുണ്ടോന്ന്. ഈ ഫോട്ടോയിൽ ഏതിലാ ഞാൻ ഏറ്റവും നന്നായിരിക്കുന്നത്? ഇതല്ലേ? അയ്യോ, എനിക്കും അത് തന്നെ ഇഷ്ടപ്പെട്ടത്. ചേട്ടനും അത് തന്നെ പറഞ്ഞല്ലോ. ഒരു ഫോട്ടോ എനിക്ക് തരാമോ? എന്റെ പടമോ? എന്തിനാ? ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ. ശരി, ചേട്ടൻ ചോദിച്ചല്ലേ, ഇതെടുത്തോളൂ. ചേട്ടന്റെ ഒരു പടം എനിക്കും തരണോ? എന്തിനാ? ചേട്ടൻ ഇല്ലാത്തപ്പോ കണ്ടോണ്ടിരിക്കാൻ. എന്റെ ഫോട്ടോ ഇതേവരെ ആരും എടുത്തിട്ടില്ല. സത്യം? എന്നാലേ അടുത്ത ആഴ്ച എന്റെ അണ്ണൻ വരും. അണ്ണനെ മണിയൻചേട്ടൻ അറിയില്ലേ? അറിയാം. കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്ക് 2 സിനിമയ്ക്കുള്ള കാശ് തന്നു. ആ അണ്ണന്റെ ഈ ക്യാമറ ഉണ്ട്. ഇത്തവണ വരുമ്പോ ഞാൻ ചേട്ടന് ഫോട്ടോ എടുപ്പിക്കാം. കമലം, നീ അവിടെ എന്തെടുക്കുവാ? ദാ വരുന്നു. അമ്മ വിളിക്കുന്നു.